റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി അടിമാലി ദുരന്ത ബാധിതരുടെ അനിശ്ചിതകാല സമരം തുടരും. ദേവികുളം MLA എഫ് രാജയുമായി സമരക്കാർ നടത്തിയ ചർച്ച പരാജയം. MLA വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഉറപ്പ് ലഭിക്കാത്ത സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമുള്ള നിലപാടിലാണ് ദുരന്ത ബാധിതർ. അടിമാലി പഞ്ചായത്തും അവഗണിക്കുകയാണ്. സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനും തീരുമാനം ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രതികരണങ്ങളുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. കിട്ടണ്ട ഈ സമരം ചെയ്തിട്ട് അപ്പൊ അങ്ങനെ വാക്കാൽ പറയുന്നു മാത്രമേ. അപ്പൊ അതും വിശ്വസിച്ചിട്ട് നമുക്കിത് തീരുമാനമാകും. അവർ തീരുമാനം വരാത്തിടത്തോളം ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും കൂടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അത്രയും പെട്ടെന്ന് ഇവർക്ക് ഇതിനുള്ള തീരുമാനം കൊണ്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെയിരിക്കും. ഇവിടെ നിന്നും മാറുന്ന പ്രശ്നമില്ല. MLA കൂടെയുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും MLA അതിനിടെ ദുരന്ത ബാധിതർക്ക് 3 മാസത്തെ വാടക അനുവദിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഇപ്പോൾ സ്ഥലത്തുണ്ട്. രാഹുൽ, ഈ 3 മാസത്തെ വാടക കൊണ്ട് മാത്രം അവരുടെ പ്രശ്നം അവസാനിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല അരുൺ. മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ 3 മാസത്തെ വാടക അനുവദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പുനരധിവാസം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. നമുക്ക് ആദ്യഘട്ടത്തിൽ ഈ മണ്ണിടിഞ്ഞ പ്രദേശത്തെ ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിച്ചു തരാം. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് മണ്ണിടിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞ അതേ ആ പ്രദേശത്തിന് മുൻഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും അവർ സമരം ചെയ്യുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കല്ലും മണ്ണും ഉൾപ്പെടെ ആ കാണുന്ന മുകൾ ഭാഗത്തുനിന്ന് ഇടിഞ്ഞ് താഴ്ഭാഗത്തേക്ക് പതിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സമരപന്തൽ ഉള്ളതാനും. പക്ഷെ ഇപ്പോഴും അപകടാവസ്ഥയിൽ ആ മുകൾ ഭാഗത്ത് നോക്കൂ വരും, വലിയ രീതിയിൽ മൺകൂന ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് സൂക്ഷ്മമായി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തു നിന്നും ഈ ഉറവ വെള്ളം മഴ പെയ്ത് മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഉറവ വെള്ളം ഇതിന്റെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മണ്ണിപ്പോൾ നിലവിൽ ഈർപ്പത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും ഇത് നിലംപൊത്താനുള്ള സാധ്യതയുണ്ട്. ഈ കാണുന്ന ദൃശ്യങ്ങൾ നോക്കി, ഈ കാണുന്നത് ഈ മണ്ണിന്റെ അകത്ത് ഇറങ്ങിയ ശേഷം ആ മണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഉറവ വെള്ളമാണ്. അപ്പോൾ ഏത് നിമിഷവും മണ്ണിടിച്ചിൽ സാധ്യത ഈ പ്രദേശത്ത് തുടരുകയുമാണ്. ഈ കാണുന്നതാണ് അവരുടെ സമരപ്പന്തൽ. ഈ മുകളിൽ നിന്നും മണ്ണ് താഴേക്ക് പതിക്കുകയാണെങ്കിൽ ഈ സമരപ്പന്തലിന്റെ അടുത്തേക്ക് തന്നെയായിരിക്കും ഏറ്റവും ആദ്യം എത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ ആളുകൾ ഇപ്പോഴും ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികൃതർ ഇതുവരെയും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന ഒരു പരാതി കൂടി ഇവർക്കുണ്ട്. ഇന്നലെ ദേവികുളം MLA ഇവിടെ എത്തിയിരുന്നു. ദേവികുളം MLA ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും വാക്കാൽ ഉറപ്പ് ലഭിച്ചിട്ട് കാര്യമില്ല. രേഖാമൂലം ഇവർക്ക് ഉറപ്പുകൾ നൽകാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് അവർ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്നത്തെ സമരം ഏതാണ്ട് 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ കാണുന്ന പോലെ തന്നെ പുനരധിവാസം സാധ്യമാക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. ഇന്നലെ ഈ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രായമായ ആളുകൾ ഉൾപ്പെടെ ഈ സമരപന്തലിൽ ഇരിക്കുമ്പോൾ ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഈ മൺകൂനയുള്ളത്. ആശങ്കയുണ്ടല്ലേ? തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം ഞങ്ങൾ ഇത്രയും 10ാം ദിവസമാണ് ഞങ്ങൾ സമരം തുടങ്ങിയിട്ട്. 9 ദിവസമായിട്ട് ഞങ്ങൾ രാത്രി ഇവിടെ കിടക്കുവാണ്. ഇന്നലെയാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞ് ഞങ്ങൾ 4 മണിക്ക് ആയപ്പോഴത്തെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് ഇപ്പോൾ മണ്ണിടിഞ്ഞ് വരുന്നതാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം എഴുന്നേറ്റ് എല്ലാവരും ഉറക്കത്തിലായിരുന്നു. അവരൊക്കെ വിളിച്ചെടുപ്പിച്ച് മാറി നിന്നു. എന്തായാലും ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇനിയും അത് മണ്ണ് പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പോരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ 3 മാസത്തെ വാടക ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതോടുകൂടി പ്രശ്നം അവസാനിക്കുമോ? വാടകയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ വീടും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. വാടകയ്ക്ക് വേണ്ടിയാണ് സമരം ചെയ്യേണ്ടത് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വാടക ലഭിക്കാതിരുന്നതിനെ തുടർന്നാണ് വീണ്ടും ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങാൻ വന്നത്. പക്ഷെ ഞങ്ങൾ വാടകയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അവിടെ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്ന EKK കമ്പനിയും NHAIയുടെ ആളുകളും അവരെയും കൂടെ ഉൾപ്പെടെ അവരെ പിടിച്ചാൽ ഞങ്ങളുടെ പ്രശ്നം തീരും. സർക്കാർ അതിന്റെ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങളുടെ പ്രശ്നം തീരും. അവരെയും കൊണ്ട് ഈ പൈസ തന്നാലും മതി. ഞങ്ങൾക്കിപ്പോൾ സർക്കാർ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇടപെടേണ്ട അടിമാലി പഞ്ചായത്ത് പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഞാൻ സിമ്പിളായിട്ട് കാര്യം പറയാം. ഈ സമരം തുടങ്ങി അന്നു മുതൽ കാണുന്ന ഒരു നായയാണ് കാണുന്നത്. ഇവർ പറഞ്ഞൊരു കാര്യം, ആ നായക്കുള്ള സ്നേഹം പോലും ഇവിടെയുള്ള അധികാരികൾക്കില്ല എന്നാണ്. എന്തായാലും വളരെ കഷ്ടമാണ് അരുൺ ഇവരുടെ കാര്യങ്ങൾ. വളരെ കഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും മഴ ഇങ്ങനെ മേഘമായി മീൻസ് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന സമയത്ത് അവർക്ക് ഇത്തിരി തെളിച്ചം കൊടുക്കേണ്ടതാണ് ഈ സർക്കാർ. ആ വാക്കിന്റെ ഉറപ്പിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ കൂരയും ഇല്ല. ഇപ്പോൾ മാസവാടക തന്നെ 3 മാസം പെൻഡിങ് ആയി. അതിപ്പോൾ അനുവദിച്ചു കൊടുക്കുന്നു എന്നൊരു തീരുമാനം. ഇപ്പോഴും മഴ പെയ്യാൻ സാധ്യതയുള്ള മൂടിക്കെട്ടി കിടക്കുന്ന ഒരു അന്തരീക്ഷം, ഇപ്പോഴും വീഴുന്ന മണ്ണ്, കല്ല്, ഇതൊക്കെയാണ് അവസ്ഥ എന്നുള്ളതാണ്. ആ നായക്കുള്ള നന്ദി പോലും ഇല്ലല്ലോ, അല്ലെങ്കിൽ സ്നേഹം പോലും ഇല്ലല്ലോ എന്നുള്ളതാണ് ആ നാട്ടുകാർ പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ പഞ്ചായത്ത് അധികൃതരെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക. അധികാരികളെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. നല്ല മഴയുള്ളപ്പോൾ വീട്ടിൽ കയറി ഇരിക്കാൻ വേണ്ടിയല്ല. ഒന്ന് പുറത്തേക്ക് വരൂ. കുറച്ച് മനുഷ്യർ, കുറച്ച്
മണിക്കൂറുകളായി മഴ നനഞ്ഞ് അവിടെ ഇരിപ്പാണെന്നേ.